ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ കമ്മീഷൻസ് ഇൻ ഇന്ത്യ. അത് UGC നെറ്റിലത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത് എഡ്യൂക്കേഷണൽ കമ്മീഷൻസ്. അപ്പൊ നമ്മളത് 2 വീഡിയോസ് ആയിട്ടാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യത്തെ വീഡിയോസിൽ നമ്മൾ പ്രീ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള കാര്യങ്ങൾ, സ്വാതന്ത്ര്യത്തിന് മുന്നേ വന്നിട്ടുള്ള കമ്മീഷൻസ്, അതേപോലെ അടുത്ത വീഡിയോയില്, ഇനി വരാൻ പോകുന്ന വീഡിയോയില് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്കാരായിട്ട് ഉണ്ടാക്കി തുടങ്ങിയ കമ്മീഷൻസ്, ഇതാണ് എടുക്കാൻ പോകുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് നമ്മളുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 പറയാൻ പറ്റുള്ളൂ. അതിന് മുന്നുള്ള NEP 1968, 1986 ഒക്കെ പറയാൻ പറ്റുള്ളൂ. ആദ്യം എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം. അപ്പോ എഡ്യൂക്കേഷണൽ കമ്മീഷൻ ശരിക്കും നമ്മളുടെ 1813 മുതൽ 1947 വരെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നോക്കൂ, എന്നാണ് തുടങ്ങിയത് എന്നും 1813 ചാർട്ടർ ആക്ട് പ്രകാരമാണ് ശരിക്കും ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് തുടങ്ങുന്നത്. അതിനുശേഷം എന്ത് വന്നു? നമ്മളുടെ മെക്കേളെ മിനിറ്റ്സിനെ കുറിച്ച് നമ്മൾ ഇന്ന് പറയും. അതേപോലെ വുഡ്സ് ഡിസ്പാച്ച്, അതേപോലെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട്, ഹണ്ടർ കമ്മീഷൻ, സാഡലർ കമ്മീഷൻ, അതേപോലെ ഹർട്ടോ കമ്മിറ്റി, അതേപോലെ അബോട്ട് വുഡ് കമ്മിറ്റി, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് വർദ്ധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യും. ഓക്കെ, ഇതൊരു ടൈം ലൈൻ ആണ്. ഈ ടൈം ലൈനിന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോ ടൈം ലൈനിനനുസരിച്ചിട്ട് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോഴും കണ്ടുവരാറുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? 1813 ചാർട്ടർ ആക്ടിൽ നിന്നാണ് എന്ത് വന്നത്? എല്ലാ കാര്യങ്ങളും തുടങ്ങിയത് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോ ഈ ചാർട്ടർ ആക്ട് എന്താ? ചാർട്ടർ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ 20 കൊല്ലത്തിന് വേണ്ടിയിട്ടാണ്. 20 കൊല്ലത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ പണ്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് എംപയേഴ്സ് എന്ത് ചെയ്യും? നമുക്ക് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ആർക്ക്? നമ്മളുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അറിയില്ല, നമ്മളെ ഭരിച്ചിരുന്ന, ആദ്യം നമ്മളുടെ ട്രേഡിംഗ് ആയിട്ട് വന്ന് പിന്നെ നമ്മളെ ഭരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഓരോ റൂൾസും റെഗുലേഷൻസും പറയുന്നു. അതിനെ കുറിച്ച് ഉണ്ടാവുന്ന ആക്ട് ആണ് എന്ത്? ചാർട്ടർ ആക്ട്. ടോട്ടൽ എത്ര ചാർട്ടർ ആക്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 5 ചാർട്ടർ ആക്ട് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ചാർട്ടർ ആക്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1784 വന്ന ചാർട്ടർ ആക്ട്. രണ്ടാമത്തെ ചാർട്ടർ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1793 അടുത്ത ചാർട്ടർ ആക്ട് വന്നത്. പിന്നെ വന്നത് 1813, അതേപോലെ 1833, 1853. ഇത് പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. ഈ ഒരു വർഷം മാത്രം പഠിച്ചു വെച്ചാൽ മതി. ശരിക്കും ഈ ഒരു വർഷത്തിൽ നിന്ന് 20 വർഷത്തേക്ക് അടുത്തത്, 20 വർഷത്തേക്ക് അടുത്തത്, 20 വർഷത്തേക്ക് അടുത്തത്, അങ്ങനെ ടോട്ടൽ 5 ചാർട്ടർ ആക്ട് ആണ് വന്നത്. അപ്പൊ ഈ 1800കളുടെ തുടക്കത്തില് നമ്മളുടെ ക്രിസ്ത്യൻ മിഷണറിമാർക്കൊക്കെ ഇന്ത്യയിലെ എഡ്യൂക്കേഷന് കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരികയും അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ എഡ്യൂക്കേഷണൽ കമ്മീഷൻസ് ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങുകയും ചെയ്തിരുന്നത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷിലത്തെ ഒരു ചാൾസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസർ ഇന്ത്യ സന്ദർശിക്കുകയും ഇന്ത്യയിലെ എഡ്യൂക്കേഷന്റെ, അതായത് ഇന്ത്യയിലെ നിലവിലുള്ള വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ റെക്കമെൻഡേഷൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ വിദ്യാഭ്യാസം, ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരുടെയൊക്കെ വിദ്യാഭ്യാസം ആര് ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത്? അതിന്റെ റെസ്പോൺസിബിലിറ്റി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യണം? ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ വളരെ മോശമാണ്, ഓൾ ഓവർ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എന്ന് നമ്മുടെ ചാൾസ് ഗ്രാൻഡ് പറയുന്നുണ്ട്. അതേപോലെ ഈ ചാർട്ടർ ആക്ട് 1813 പ്രകാരം, 1813 പ്രകാരം എല്ലാ വർഷവും ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് 1,00,000 രൂപ, ഓക്കെ, അന്നത്തെ കാലത്തെ 1,00,000 രൂപയല്ല, എന്താണ് അന്നത്തെ പൈസ, അത് 1,00,000 ഗ്രാൻഡ് ആയിട്ട് അനുവദിക്കണം എന്നുള്ളത് പറഞ്ഞു. അതിന് ലക്ഷ്യം എന്ത് വന്നു? റിവൈവൽ ആൻഡ് പ്രൊമോഷൻ ഓഫ് ലാംഗ്വേജസിന്റെ, ഏതൊക്കെ ലാംഗ്വേജാ? ഒബ്വിയസ്ലി എന്തുണ്ടാവും? നമ്മളുടെ ഇംഗ്ലീഷ് അതിലുണ്ടാവും. ഇംഗ്ലീഷ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഏത് വന്നു? പേർഷ്യൻ, അറബിക് ആൻഡ് സാൻസ്ക്രിറ്റ്. ഹിന്ദി ഇല്ല കേട്ടോ. ഓക്കെ, ഈ 4 ഭാഷകളുടെ റിവൈവലും പ്രൊമോഷനും വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്ന് ആര് പറയാണ്? നമ്മളുടെ ചാർട്ടർ ആക്ട് 1813 ബ്രിട്ടീഷിൽ നിന്ന് പുറപ്പെടുവിക്കുകയാണ്. ആർക്ക്? നമ്മളുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. നമ്മുടെ അല്ല, ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട്
ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പുറപ്പെടുവിക്കുകയാണ്. എന്ത് പറഞ്ഞു? ഷാർപ്പ് ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിക്കുള്ള ഓരോ റൂൾസുകളാണ്. ഈ അടുത്ത 20 കൊല്ലത്തിന് എന്തൊക്കെ ചെയ്യണം, അടുത്ത 20 കൊല്ലത്തിന് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഒരു ലെജിസ്ലേഷൻ റൂൾസ് എന്നൊക്കെ വേണമെച്ചാൽ പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയാനുള്ളത് നമുക്ക് മെയിൻ ആയിട്ട് ചാപ്റ്റർ ആക്ട് 1813 പറയാനുള്ളത്. അതിനുശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാ? 1813 1835 എത്തിയപ്പോ എന്ത് വന്നു? മെക്കാളെ മിനിറ്റ്സ്. മെക്കാളെ മിനിറ്റ്സ് നമ്മൾ ഹിസ്റ്ററി ഒക്കെ പണ്ട് പഠിച്ചിരുന്നപ്പോൾ കേട്ടിട്ടുള്ള പേരാണ് എന്തോ മെക്കാളെ മിനിറ്റ്സ് എന്നൊക്കെ. എന്താ മെക്കാളെ മിനിറ്റ്സ്? തോമസ് ബാബിങ്ടൺ മെക്കാളെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം എന്തായിരുന്നു? മെമ്പർ ഓഫ് കൗൺസിൽ ഓഫ് ഗവർണർ ജനറൽ. ഗവർണർ ജനറലിലെ കൗൺസിലിന്റെ ഒരു മെമ്പർ ആയിരുന്നു. ഗവർണർ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ വൈസ്രോയി എന്നുള്ളൊരു വൈസ്രോയുടെ മുന്നത്തെ പദമാണ് കേട്ടോ. ഗവർണർ ജനറൽ ആണ് പിന്നെ വൈസ്രോയി ആയിട്ട് മാറിയത്. ഓക്കെ, ഇദ്ദേഹം തന്നെയാണ് എന്ത് ആദ്യത്തല്ല, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ചെയർമാൻ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻസിന്റെ ഒരു ചെയർമാനായിട്ട് മാറുകയൊക്കെ ചെയ്തതാരാണ്? ഈ തോമസ് മെക്കാളെയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ചിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം പറയാണ് എങ്ങനെയാ, നമുക്ക് യൂറോപ്യൻ അതായത് ബ്രിട്ടീഷിന്റെ സംസ്കാരം കൂടുതൽ ഇമ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് നാറ്റീവ് ലാംഗ്വേജസിനെ അധികം പ്രൊമോട്ട് ചെയ്യാതെ അതിനെ ഒപ്പോസ് ചെയ്യണം എന്ന് ആര് പറഞ്ഞു? മെക്കാളെ മിനിറ്റ്സിൽ പറഞ്ഞു. അതേപോലെ പ്രൊമോട്ട് യൂറോപ്യൻ ലാംഗ്വേജസ് അല്ലെ, അത് തന്നെയാണ് ശരിക്കും ഉണ്ടായിരുന്നത്. അതേപോലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. ഡൗൺ അല്ല, ഡൗൺവേർഡ്. ഓക്കെ, ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെക്കാളെ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. അതായത് ഈ ഹൈ ക്ലാസ്സിൽ ഉണ്ടാവുന്ന ആളുകൾ ഉണ്ടാവില്ലോ, ഹൈ ക്ലാസ്സിലുള്ള ആളുകൾക്ക് ചെയ്യുന്ന അതേ കാര്യങ്ങൾ ആര് ഫോളോ ചെയ്യും? ലോ ക്ലാസ്സിലുള്ള ആളുകൾ ഫോളോ ചെയ്യും. അപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ ആർക്ക് കൊടുക്കുന്നു? എഡ്യൂക്കേഷൻ ഹൈ ക്ലാസ്സിന് നമ്മൾ കൊടുക്കുന്നു. എഡ്യൂക്കേഷൻ ഹൈ ക്ലാസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിൽട്ടർ ചെയ്തിട്ട് എവിടേക്കും എത്തും? ലോ ക്ലാസ്സിലേക്കും എത്തും എന്നാണ് എന്ത് പറഞ്ഞത്? ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനത്തെ എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്? യൂറോപ്യൻ എഡ്യൂക്കേഷൻ ആണ്. യൂറോപ്യൻ വാല്യൂസ് വെച്ചിട്ടുള്ള അവരുടെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന എഡ്യൂക്കേഷൻസ് കൊടുക്കാം എന്നാണ് എന്ത് പറഞ്ഞത്? മെക്കാളെ പറഞ്ഞത്. അതുപോലെ മെക്കാളെ പറഞ്ഞൊരു വളരെ രസകരമായിട്ടുള്ള ഒരു വാചകമുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളുടെ യൂറോപ്യൻ ലൈബ്രറിയിലത്തെ ഏതെങ്കിലും ഒരു ഷെൽഫ്, നല്ലൊരു ബുക്കുകളുള്ള ഒരു ഷെൽഫ് എടുത്തു കഴിഞ്ഞാൽ, ലൈബ്രറിയിലത്തെ ഒരു ഷെൽഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഹോൾ ഇന്ത്യയിലെ ലിറ്ററേച്ചറിനെക്കാളും ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും ഏത്? ആ ഒരു ഒറ്റ ഷെൽഫിലുള്ള ബുക്കുകളാണ് ആര് പറഞ്ഞു? നമ്മുടെ മെക്കാളെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എന്തൊക്കെയാ അതിന്റെ റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു നോക്കൂ. ആദ്യം എന്ത് പറഞ്ഞു? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി പറഞ്ഞു. അടുത്ത എന്താണ്? ഇംഗ്ലീഷ് ഷുഡ് ബി ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇംഗ്ലീഷിൽ വേണം നമ്മൾ പഠിപ്പിക്കാൻ. അതേപോലെ ഗവൺമെന്റ് ഷുഡ് ഫൈനാൻഷ്യലി സപ്പോർട്ട് എഡ്യൂക്കേഷൻ. നേരത്തെ ആരാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്? ഗവൺമെന്റ് അല്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്നത്. ഗവൺമെന്റ് ചെയ്യണം എന്നാണ് പറയാൻ തുടങ്ങുന്നത്. പിന്നെന്ത് ചെയ്തു? ഫണ്ട്സ് ഷുഡ് നോട്ട് ബി പ്രൊവൈഡഡ് ടു പ്രിന്റ് ഓറിയന്റൽ ടെക്സ്റ്റ് ബുക്ക്, ഓറിയന്റൽ ടീച്ചിങ് ആൻഡ് സ്റ്റുഡൻസ്. അതായത് ഓറിയന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ നേറ്റീവ് സംസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന നമ്മളുടെ ബുക്കുകൾ, അല്ലെങ്കിൽ നമ്മളുടെ കൾച്ചറിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, നമ്മളുടെ ഹിസ്റ്ററിനെ കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ, അത് പഠിക്കുന്ന സ്റ്റുഡൻസ് അവർക്കൊന്നും ഫണ്ട് കൊടുക്കരുത്, അത് പ്രൊമോട്ട് ചെയ്യരുത് എന്ന് ആര് പറയാണ്? നമ്മളുടെ മെക്കാളെ മിനിറ്റ്സിൽ പറയാണ്. അതിനുശേഷം വരുന്ന എന്താ പറയുന്നത്? ഇനേബിൾ ഇൻട്രസ്റ്റ് ഓഫ് കമ്പനി റൂൾസ് ഇൻ ടെക്സ്റ്റ് ബുക്ക്. വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു നീക്കമാണ്. എന്താ? കമ്പനിയുടെ ഇൻട്രസ്റ്റുകൾ, അതായത് കമ്പനി ഉണ്ടാക്കുന്ന റൂൾസ്, അല്ലെങ്കിൽ കമ്പനിക്ക് ഒന്നും കൂടി ഫേവർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് പഠിക്കുകയാണ്? അതായത് ഇപ്പൊ ബ്രിട്ടീഷുകാർക്ക് ഒന്നും കൂടി അനുകൂലമായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നമ്മളെക്കാൾ കൂടുതലാണ്, നല്ലതാണ്, ബ്രിട്ടീഷ് വാല്യൂസ് കൂടുതൽ നല്ലതാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ അത് പഠിച്ചു വരുന്ന കുട്ടികൾ എന്ത് ചെയ്യും? കമ്പനിക്ക് അനുകൂലമായിട്ട് എല്ലാ കാലത്തും നിൽക്കുന്നുള്ള ഒരു IQ മൂവ്മെന്റ് അല്ലെ. അപ്പൊ ഇതിന്റെ ഗുണം എന്തൊക്കെയാ? എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗീവ്സ് യൂണിഫോമിറ്റി ആൻഡ് വിഷ്വലൈസ്ഡ് എ നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. അത്രയും കാലം ഒരു നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നില്ല. പല ഭാഗത്തും ചില സ്കൂളുകൾ ഉണ്ടാവും, പല ഭാഗത്തും ചില കാര്യങ്ങൾ ഉണ്ടാവും. ഓരോ ഭാഗങ്ങളിലും ഓരോതായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാകുന്നത്. അതിനു പകരം ഒരു യൂണിഫോമിറ്റി, എല്ലാ ഭാഗത്തും ഏകദേശം ഒരേപോലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചു? നമ്മുടെ മെക്കാളെ മിനിറ്റ്സിന് സാധിച്ചു. അഷ്വേർഡ് എഡ്യൂക്കേഷൻ
ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എന്ത് ചെയ്തു? എഡ്യൂക്കേഷന്റെ റെസ്പോൺസ് ആർക്ക് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണെന്ന് ഉറപ്പുവരുത്തി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യണമെന്ന് ഉറപ്പുവരുത്തി. അതേപോലെ ഹെൽപ്ഡ് ജനറൽ ഡെവലപ്മെന്റ് ഓഫ് ഇംഗ്ലീഷ്. ഇതിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് മീഡിയം ആക്കിയതോടുകൂടി ഇംഗ്ലീഷ് ഇന്ത്യയിൽ ഒരു ജനറൽ ആയിട്ട് ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റി ഇംഗ്ലീഷിനെ വെച്ചിട്ട്. അടുത്തത് വരുന്നതാണ് എന്ത്? 1854 വുഡ്സ് ഡിസ്പാച്ച്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? വുഡ്സ് ഡിസ്പാച്ച്. നമ്മളിപ്പോ വേറെ പരീക്ഷകൾക്ക് പഠിക്കുന്നവരൊക്കെ ആണെച്ചാലും UGC നെറ്റിന് പഠിക്കുന്നവരാണെച്ചാലും പ്രീവൈക്ക് നോക്കുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? വുഡ്സ് ഡിസ്പാച്ചിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോ 1854 വുഡ്സ് ഡിസ്പാച്ച്, അത് ആരായിരുന്നു അതിന്റെ ചെയർമാന്? അതിന്റെ ചെയർമാൻ ആയിരുന്നത് ചാൾസ് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു. ഓക്കെ, ചാൾസ് വുഡ്. ഇത് ഇത്ര ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം എന്താ? ഈ ഒരൊറ്റ വാക്കാണ് കേട്ടോ, ആലോചിച്ച് വെച്ചോ. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ എഴുതിയ ഒരു നെറ്റ് പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് 1854 പുറപ്പെടുവിച്ച വുഡ്സ് ഡിസ്പാച്ച് ആണ്. മറന്നു പോരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയൊന്നും പഠിച്ചില്ലെച്ചാലും ഇതെന്തായാലും പഠിച്ചോ. അതേപോലെ എന്താ? എഡ്യൂക്കേഷൻ ബിക്കം റെസ്പോൺസിബിലിറ്റി ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ്. വുഡ്സ് ഡിസ്പാച്ച് വെച്ചിട്ട് എന്തായി? എഡ്യൂക്കേഷന്റെ റെസ്പോൺസിബിലിറ്റി ആർക്ക് മാറി? നേരത്തെ ആരായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നില്ലേ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ആർക്ക് മാറി? നമ്മളുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് എഡ്യൂക്കേഷന്റെ ഉത്തരവാദിത്വം മാറി. ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? നേരിട്ട് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ പറയാണ്. എന്നുവെച്ചാൽ അതിന് മുന്നേ എങ്ങനെയായിരുന്നു? മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടാവും, ഇവിടെ UK ആണെന്ന് വിചാരിച്ചോ, അതൊക്കെ ബ്രിട്ടീഷ് ആണെന്ന് വിചാരിച്ചോ. ഇവിടുന്ന് എന്താണ്? ഇവിടെ ഇന്ത്യയിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യാൻ വന്നായിരുന്നു? ട്രേഡ് ചെയ്യാൻ വന്നായിരുന്നു. ഇവരോട് എന്ത് പറയാണ്? ഇവിടുത്തെ ട്രേഡിങ്ങിന്റെ ഒപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഭരിക്കാൻ തുടങ്ങി നമ്മളെ. അതിനുശേഷം എന്ത് ചെയ്തു? നമ്മളെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തു. പിന്നെന്തായി? വുഡ്സ് ഡിസ്പാച്ചോട് കൂടി ഈ എഡ്യൂക്കേഷന്റെ ഉത്തരവാദിത്വം നേരെ എവിടേക്ക് പോയി? ക്രൗണിന് പോയി. ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഓക്കെ, രാജ്ഞിക്ക്. ഇനി എന്താണ്? പ്രസന്റഡ് എ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം പ്രൈമറി ടു ഹയർ ലെവൽ. പിന്നെന്താണ് ഇതിന്റെ ഇമ്പോർട്ടന്റ്? വാല്യൂഡ് ഇന്ത്യൻ ലാംഗ്വേജസ്. തൊട്ട് മുന്നേ പറഞ്ഞ മെക്കാളെ മീൻസിൽ എന്തായിരുന്നു? ഇന്ത്യൻ ലാംഗ്വേജസിനൊക്കെ ഒപ്പോസ് ചെയ്യായിരുന്നു ചെയ്തത്. ഇതിലെന്തായി? വാല്യൂ ചെയ്യാൻ തുടങ്ങി, ഇന്ത്യൻ ലാംഗ്വേജസിനെ കൂടി ഉൾപ്പെടുത്താൻ തുടങ്ങി. പിന്നെ ഒരു പ്രൈവറ്റ് മാനേജ്മെന്റ്സിനൊക്കെ സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഗ്രാൻഡ് ഇൻ എയ്ഡ് സിസ്റ്റം കൊടുക്കാൻ തുടങ്ങി. ഹെൽപ്പുകൾ, ഫൈനാൻഷ്യൽ ഹെൽപ്പുകളൊക്കെ കൊടുക്കാൻ തുടങ്ങി. അതാണ് എന്ത്? വുഡ്സ് ഡിസ്പാച്ചിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ മറക്കരുത്. ഓക്കെ, അടുത്ത എന്താണ്? എയിം ഓഫ് ഗവൺമെന്റ് പോളിസി വാസ് ദ പ്രൊമോഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ തന്നെയാണ് എപ്പോഴും എന്തെന്നുള്ളത്? അവരുടെ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ തന്നെയാണ് എന്ത്? എയിം. നേരത്തെ തന്നെയായിരുന്നു. അടുത്ത എന്തായിരുന്നു? നോക്കി നോക്കൂ. പ്രൊപ്പഗേഷൻ ഓഫ് യൂറോപ്യൻ നോളജ് വാസ് ദ മോട്ടോ ഓഫ് ദ വുഡ്സ് ഡിസ്പാച്ച്. പ്രൊപ്പഗേഷൻ ഓഫ് യൂറോപ്യൻ നോളജ് സ്വാഭാവികമായിട്ടും അത് തന്നെയായിരിക്കും. പിന്നെന്താണ്? ഹയർ എഡ്യൂക്കേഷനിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തായിട്ട് മാറി? ഇംഗ്ലീഷ് ആണെന്ന് മനസ്സിലാക്കി. ഓക്കെ, അതേപോലെ എന്ത് ചെയ്തു? വുമൻസിന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ഓരോ പ്രൊവിഷൻസ് തയ്യാറാക്കി. ഇനി അതേപോലെ എന്താ ഉള്ളത്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ്. അത് ഏതൊക്കെയായിരുന്നു? ലോ, മെഡിസിൻ, ടീച്ചർ ട്രെയിനിങ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ ഇത് 1854 വന്നു എന്ന് പറഞ്ഞു. 1854 തൊട്ട് മുന്നേ നമ്മൾ മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്. 1853 എന്തുണ്ടായത്? ലാസ്റ്റ് ചാർട്ടർ ആക്ട്. ചുമ്മാ പറഞ്ഞു എന്നല്ലോ കേട്ടോ, ഓർമ്മ വന്നപ്പോ. ചാർട്ടർ ആക്ട്, അവസാനത്തെ ചാർട്ടർ ആക്ട് ചെയ്തില്ലായിരുന്നു 1853. അതിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് എന്ത് വന്നത്? നമ്മളുടെ വുഡ്സ് ഡിസ്പാച്ച് ഒക്കെ വരാൻ കാരണം. ഇനി അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്ത്? അവസാനത്തെ നമ്മൾ പോയിന്റ്, കൽക്കട്ട, മദ്രാസ്, ബോംബെ യൂണിവേഴ്സിറ്റീസ്. ഏതൊക്കെയാ? കൽക്കട്ടയിലെ യൂണിവേഴ്സിറ്റി, മദ്രാസിലെ യൂണിവേഴ്സിറ്റി, ബോംബെയിലെ യൂണിവേഴ്സിറ്റി. ഈ 3 യൂണിവേഴ്സിറ്റികളും 1857 വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഈ യൂണിവേഴ്സിറ്റികളുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്. തുടങ്ങിയത് ഏതിന്റെ ഭാഗമായിട്ടാണ്? നമ്മളുടെ ഏതായിരുന്നു? വുഡ്സ് ഡിസ്പാച്ചിന്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. അപ്പൊ ഇതാണ് എന്ത്? കൽക്കട്ട യൂണിവേഴ്സിറ്റി, ഇത് ബോംബെ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി. ഒരു ഇന്ത്യൻ പോസ്റ്റിന്റെ നല്ല ഫോട്ടോ നോക്കിയിട്ട് കിട്ടിയില്ല. ഓക്കെ, അപ്പോ അത് മറക്കരുത്. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ്.
ഫോർ ആർക്ക്? ഇന്ത്യൻ സ്റ്റുഡൻസ് ആട്ടോ. ആദ്യമായിട്ട് വന്നത് ഇവിടെ മുതല ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് ഇവിടെ വെച്ചിട്ടാണ് തുടങ്ങിയത്. അതേപോലെ ലോ ലെവലില്, അതായത് ഈ ചെറിയ ക്ലാസ്സുകളിലൊക്കെ എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞു ഹയർ ലെവലിലൊക്കെ എത്തുമ്പോൾ ഇംഗ്ലീഷാണ്. ലോവർ ലെവലിൽ അപ്പൊ എന്തായിരുന്നു, നമ്മളുടെ വെർണിക്കുലാർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ഏതാണോ അതില് പഠിപ്പിക്കാം എന്ന് വെച്ചാൽ അതിൽ കുട്ടിക്ക് പഠിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ കൂടി വുഡ്സ് ഡിസ്പാച്ചില് വരികയാണ് ഉണ്ടായത്. അടുത്തത് ഏതാ? 1854 വുഡ്സ് ഡിസ്പാച്ച് കഴിഞ്ഞിട്ട് പിന്നെ 1882 നമ്മളുടെ വുഡ്സ് ഡിസ്പാച്ച് വളരെ വ്യക്തമായിട്ട് വളരെ നന്നായിട്ട് അങ്ങോട്ട് പ്രവർത്തിച്ചില്ല. കുറെ പാളിച്ചകൾ ഉണ്ടായി. അതിന്റെയൊക്കെ ഭാഗമായിട്ട് 1882 ആര് വരികയാണ്? വില്യം ഹണ്ടർ വരികയാണ്. വില്യം ഹണ്ടർ വന്നിട്ട് വില്യം ഹണ്ടറിന്റെ അണ്ടറിൽ ഒരു ഹണ്ടർ കമ്മീഷൻ തുടങ്ങണം. ഹണ്ടർ കമ്മീഷൻ എന്ന 1882 ഓക്കെ. 1882 തുടങ്ങിയതിന്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാല് 20 മെമ്പേഴ്സ് ആയിരുന്നു അവരുടെ ഒപ്പം ഉണ്ടായിരുന്നത്. അതിനൊപ്പം അതിലെന്താണ്, ഇന്ത്യൻസിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കാരെ കൂടി ചേർത്തിട്ടാണ് നമുക്ക് ഹണ്ടർ കമ്മീഷൻ വന്നത്. അപ്പൊ ഈ ഹണ്ടർ കമ്മീഷന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്താ, നമ്മളുടെ വുഡ്സ് ഡിസ്പാച്ചിൽ പറയുന്നത് എന്താ, കൂടുതലായിട്ട് യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട്, യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതിനെ കുറിച്ചിട്ടാണ്. പക്ഷെ പ്രൈമറി എഡ്യൂക്കേഷനെ കുറിച്ച് അധികം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു ഹണ്ടർ കമ്മീഷൻ? പ്രൈമറി എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്തിട്ട് എന്താണ് എന്ത്, അസസ് ആൻഡ് റീഫോർമുലേറ്റ് പ്രൈമറി എഡ്യൂക്കേഷൻ. ഓക്കെ, അതാണ് എന്ത് ഹണ്ടർ കമ്മീഷൻ. ഗൈഡ് ലൈൻസ് ഫോർ എഡ്യൂക്കേഷണൽ സിസ്റ്റം. ഓരോ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനുള്ള നിയമരേഖകൾ ആരുണ്ടാക്കി? ഹണ്ടർ കമ്മീഷൻസ് ഉണ്ടാക്കി. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്, ട്രൈബൽ ആൻഡ് ബാക്ക്വേർഡ് ചിൽഡ്രൻസിനെ എൻകറേജ് ചെയ്യിക്കാനുള്ള കാര്യങ്ങള് ഹണ്ടർ കമ്മീഷൻ തുടങ്ങി. ഇത് ഇന്ത്യയില് ആദ്യമായിട്ട് തുടങ്ങിയ കാര്യമാണ് എന്ത്, ഈ ട്രൈബൽ ആൻഡ് ബാക്ക്വേർഡ് ചിൽഡ്രനെ ഉൾക്കൊള്ളിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അതാണ് ആര് തുടങ്ങിയത്? ഹണ്ടർ കമ്മീഷൻ വഴി തുടങ്ങിയത്. പിന്നെന്താണ്, ഈ ലോവർ അല്ലെങ്കിൽ എലിമെന്ററി സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളുടെ ലോക്കൽ മാനേജ്മെന്റ് അല്ല പ്രൈവറ്റ് മാനേജ്മെന്റുകൾക്കൊക്കെ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ തുടങ്ങി. അതേപോലെ പുതിയ സെക്കൻഡറി സ്കൂളുകൾ തുടങ്ങി. അതേപോലെ സെക്യുലർ എഡ്യൂക്കേഷന് കൂടുതൽ പ്രൊമോഷൻ കൊടുത്തു. സെക്യുലർ എഡ്യൂക്കേഷൻ ആണ് വേണ്ടത് എന്നുള്ള രീതിയിൽ. ഇതാണ് നമ്മളുടെ ഹണ്ടർ. നല്ല മീശയൊക്കെ ആയിട്ടിരിക്കുന്നില്ലേ, കാണാൻ നല്ല മിടുക്കനായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഹണ്ടർ കമ്മീഷന്റെ എഡ്യൂക്കേഷൻ റിപ്പോർട്ട്. ഇപ്പൊ ഇതിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം കൂടിയാണ് എന്ത്, ഹണ്ടർ കമ്മീഷൻ എങ്ങനെ കൂടി അറിയപ്പെട്ടിട്ടുണ്ട്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് കൂടി അറിയപ്പെട്ടിട്ടുണ്ട്. ഇതും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത് ഏതെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് കമ്മീഷൻ ചെയ്തത് ആരാണ്? നമ്മളുടെ ലോർഡ് റിപ്പൺ ആണ്. ഓക്കെ, അന്നത്തെ വൈസ്രോയി ആയിരുന്നുള്ള ലോർഡ് റിപ്പൺ, വൈസ്രോയി അല്ല, ഗവർണർ ജനറൽ ആയിരുന്നു. ഗവർണർ ജനറൽ ആയിട്ടുള്ള ലോർഡ് റിപ്പണിന്റെ അണ്ടറിലാണ് എന്തായത്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഹണ്ടർ കമ്മീഷൻ വന്നിട്ടുള്ളത്. അപ്പൊ എന്താ പറഞ്ഞത്, മദർ ടങ് ആയിരിക്കണം പ്രൈമറിയിലും സെക്കൻഡറി സ്റ്റേജിലും പഠിപ്പിക്കേണ്ടത്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഡൗട്ട് ഇല്ലല്ലോ. ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത്, നമ്മളുടെ ഹണ്ടർ കമ്മീഷനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഈ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ള കാര്യം മറക്കരുത്. അതേപോലെ ട്രൈബൽസ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് സ്റ്റുഡൻസിനെ ആദ്യമായിട്ട് ഉൾക്കൊള്ളിച്ചതും മറക്കരുത്. പിന്നെ വരുന്നതാണ് എന്ത്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ. ഓക്കെ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ പേരിൽ തന്നെ ഉണ്ട് എന്ത്, യൂണിവേഴ്സിറ്റികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളതാണ് അല്ലെ. യൂണിവേഴ്സിറ്റികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളതായതുകൊണ്ട് എന്ത് പറയാം നമുക്ക്, റീഫോർമുലേറ്റ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. ഓക്കെ, ഹണ്ടർ കമ്മീഷൻ ഏതായിരുന്നു? ഹണ്ടർ കമ്മീഷൻ പ്രൈമറി എഡ്യൂക്കേഷൻ ആയിരുന്നു. ഇതെന്തായി, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ ആണ്. ഓക്കെ, ഇത് ആരാ? ലോർഡ് കേഴ്സൺ ആണ് എന്ത്, നമ്മളുടെ ഈ അന്നത്തെ വൈസ്രോയി ആയി ഉണ്ടായിരുന്നത്. ഈ വൈസ്രോയി ലോർഡ് കേഴ്സന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ലോർഡ് കേഴ്സൺ ആണ് ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള വൈസ്രോയി. ഓക്കെ, ഇതാട്ടോ ലോർഡ് കേഴ്സൺ. 1902, 1905, 1905 സമയങ്ങളിലൊക്കെ ആരായിരുന്നു നമ്മളുടെ ലോർഡ് കേഴ്സൺ ആയിരുന്നു അന്നത്തെ വൈസ്രോയി. 1905 എന്താ ഉണ്ടായിരുന്നത്, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. 1905 എന്തുണ്ടായിരുന്നു? ബംഗാൾ വിഭജനം അല്ലെ. ബംഗാൾ വിഭജനം ഉണ്ടായി. അതേപോലെ ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ട് സ്വദേശി മൂവ്മെന്റ് ഉണ്ടാവുന്നു. സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്താണ് അന്നുണ്ടായിരുന്നതിലാണെന്ത്, വന്ദേ മാതരമൊക്കെ ആദ്യമായിട്ട് ആലപിക്കുന്നത് എന്നാണ് എന്റെ ഒരു ഓർമ്മ. അങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞേ ഉള്ളൂ. ഇത് ലോർഡ് കേഴ്സന്റെ കാലത്താണ് ഉണ്ടായിരുന്നത്. അതേപോലെ
തോമസ് റേലിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതിനെ എന്തുകൂടി പറയാറുണ്ട്, റേലി കമ്മീഷൻ എന്നുകൂടി ഇതിനെന്ത് പറയാറുണ്ട്, പേര് വന്നിട്ടുണ്ട്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ അല്ലെങ്കിൽ റേലി കമ്മീഷൻ എന്ന് പറയാറുണ്ട്. മാച്ച് ദ ഫോളോയിങ് അങ്ങ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്ത എന്താണ്, റൂൾസ് നാട്ടോ, അത് സ്പെല്ലിംഗ് മാറിപ്പോയത്. റൂൾസ് ഫോർ യൂണിവേഴ്സിറ്റി ആൻഡ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഫോർ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള റൂൾസ്, അതേപോലെ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ അഥവാ റെയിൽവേ കമ്മീഷൻ ആദ്യമായിട്ട് വരുന്നത്. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, റീഓർഗനൈസേഷൻ ഓഫ് സെനറ്റുകളെയും സിൻഡിക്കേറ്റുകളെയും റീഓർഗനൈസേഷൻ ചെയ്തതില്ല നമ്മളുടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷനില്ല. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട്. ഓക്കെ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904 പുറപ്പെടുവിച്ച ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് ഏതിന്റെ ഭാഗമായിട്ടാ, നമ്മളുടെ റെയിലി കമ്മീഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് ഉണ്ടായി. അങ്ങനെ ആലോചിക്കുക പോകുമ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് ഉണ്ടായി. ഓക്കെ, അവരെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മളുടെ ഡിഗ്രി 3 വർഷവും, ഓണേഴ്സ് ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി ടു ഓണേഴ്സ് ആണെന്ന് എന്താണത് 4 വർഷമായിരിക്കും ഉണ്ടാവുക. അതേപോലെ അവരുടെ കരിക്കുലം അല്ലെങ്കിൽ പരീക്ഷകളൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി, ടീച്ചിങ് ഫാക്കൽറ്റീസിന് വേണ്ടിയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാക്കി. അതേപോലെ ഈ കോളേജുകളുടെയും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ അഫിലിയേഷൻ ആരുടെ അണ്ടറിലാണ് വരുന്നത്, നമ്മളുടെ ഗവർണർ ജനറൽ അല്ലെങ്കിൽ എന്ത് പറയാൻ നോക്കുക, വൈസ്രോയി എന്നൊക്കെ പറയാൻ കാണിച്ചാൽ വൈസ്രോയുടെ അണ്ടറിലാണ് എന്ത് വന്നിട്ടുള്ളത് ഈ അഫിലിയേഷൻസ് ഒക്കെ വരുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ എന്താണ്, കുറച്ച് ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്രയാണ് നമ്മുടെ ഫെല്ലോസ് അല്ലെങ്കിൽ ഫെല്ലോ സ്കോളേഴ്സിന്റെ എണ്ണം എത്രയേ പാടുള്ളൂ എന്നും പറഞ്ഞു. 50 മുതൽ 100 വരെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഫെല്ലോ സ്കോളേഴ്സിന്റെ എണ്ണം പാടുള്ളൂ എന്നുള്ള ഒരു നിയമം കൂടി ഈ റെയിലി കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഓക്കെ, ഇത് ഡൗട്ട് ഇല്ലല്ലോ. ഇനി അടുത്ത് വരണതാണ് എന്ത്, സാഡ്ലർ കമ്മീഷൻ എന്ന് പേര് കേട്ട ആദ്യം തന്നെ ആലോചിക്കേണ്ടതറിയോ, കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന കമ്മീഷനാണ് ആര്, സാഡ്ലർ കമ്മീഷൻ. അതെന്നാ വന്ന് 1917 ഒക്കെ ആയി കഴിഞ്ഞു കേട്ടോ. 1917 20-ാം നൂറ്റാണ്ടെത്തി. 20-ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സാഡ്ലർ കമ്മീഷൻ. അതെന്താ, കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നും കൂടി അറിയും. മൈക്കൽ ഇ സാഡ്ലർ ആണ് എന്ത്, അതിന്റെ ചെയർമാൻ. ഓക്കെ, കൽക്കട്ട യൂണിവേഴ്സിറ്റി എന്ന് ആലോചിച്ചാൽ മതി. സാഡ്ലർ എന്ന് കേട്ട് കഴിഞ്ഞാൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നം വരുമ്പോ എന്തായി, സാഡായി. അങ്ങനെ ആലോചിച്ചോ, ഞാനൊക്കെ അങ്ങനെയൊന്നും ആലോചിച്ച് വെച്ചിട്ടുണ്ട്. കൽക്കട്ടയിലെ പ്രശ്നം കേട്ട സാഡ് വന്നു കഴിഞ്ഞാൽ സാഡില. ഓക്കെ, അപ്പോ അതെന്താണ്, മൈക്കൽ ഇ സാഡ്ലർ ആണ്. അപ്പൊ ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തിനാ, ഇൻവെസ്റ്റിഗേറ്റ് പ്രോബ്ലംസ് ആൻഡ് ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ഓഫ് കൽക്കട്ട യൂണിവേഴ്സിറ്റി. അത് നമ്മൾ പറഞ്ഞു. ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്ത്, മൊണ്ടാഗോ ക്ലെൻസ്ഫോർഡ് റിഫോംസ്. അപ്പൊ കേൾക്കാത്തവർക്ക് ഒന്നുകൂടി പറയാം. ഈ മൊണ്ടാഗോ ക്ലെൻസ്ഫോർഡ് റിഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയാർക്കി ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് പറയാം. ഡയാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഒരു ഭരണമായിട്ട് മാറണം. അതായത് നമുക്ക് എന്ത് പറയാം, ട്രാൻസ്ഫേർഡ് റിസർവ്ഡ്. ഇതൊന്നും എഴുതിയെടുക്കണം എന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടാന്ന് വിചാരിച്ചാണ്. ഓക്കെ, ഇങ്ങനെ രണ്ടെണ്ണം വരികയാണ്. ഈ ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞ ഭാഗങ്ങളിൽ ഭരണത്തില് ഏതൊക്കെയാ വരുന്നത്, നമ്മളുടെ അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയുന്നത്, ഹെൽത്ത്, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വരും, നമ്മളുടെ ട്രാൻസ്ഫേർഡിൽ വരും. റിസർവ്ഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഫൈനാൻസ്, അല്ലെങ്കിൽ ലോ, അല്ലെങ്കിൽ റവന്യൂ, ഇതൊക്കെ ഇതിൽ വരും, നമ്മളുടെ റിസർവ്ഡ് കാറ്റഗറിയിലേക്ക് വരും. അപ്പോ ഈ ട്രാൻസ്ഫേർഡ് ഭാഗങ്ങള് ഈ ഇന്ത്യൻ പ്രൊവിൻഷ്യലുള്ള ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് നമുക്ക് പറയാം. ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് നോക്കാം, കൈകാര്യം ചെയ്യാം. അതേപോലെ എന്നാൽ ഈ പൈസയായിട്ട് ബന്ധപ്പെട്ട, ഭരണമായിട്ട് ബന്ധപ്പെട്ട, നിയമങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആര് നോക്കും, ബ്രിട്ടീഷ് മിനിസ്റ്റേഴ്സ് നോക്കും എന്നുള്ള രീതിയിലേക്ക്. ഇത് ഫുള്ള് കറക്റ്റ് ആയിട്ടതല്ല, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനത്തെ ഒരു കാര്യമാണ് എന്ത്, ഈ മൊണ്ടാഗോ ക്ലെൻസ്ഫോർഡ് റിഫോംസിൽ ഉണ്ടായത്. ഡയാർക്കി വന്നതും അതിന്റെ ഭാഗമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വന്നത് അങ്ങനെയാണ്. അത് പിന്നെ പറയാം.
ഓക്കെ, ഇതാണ് എന്ത് മൊണ്ടാഗോ ക്ലെൻസ് റിഫോംസ്. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് വന്നത്, നമ്മളുടെ സാഡ്ലർ കമ്മീഷൻ 1917 വന്നത്. അപ്പോ കമ്മീഷൻ പഠിച്ചു നോക്കിയപ്പോൾ എന്ത് ചെയ്തു, കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ മൊത്തം പ്രശ്നമാണ്. എല്ലാ കാര്യങ്ങളിലും കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ എന്തേ ഉള്ളൂ, പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്തു, കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്താനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേപോലെ പ്രൊമോട്ട് വുമൺ എഡ്യൂക്കേഷൻ, സ്ത്രീകളുടെ വിദ്യാഭ്യാസം കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു തുടങ്ങി, ബോർഡ് ഓഫ് വുമൺ എഡ്യൂക്കേഷൻ ഇൻ കൽക്കട്ട യൂണിവേഴ്സിറ്റി. ഓക്കെ, കൽക്കട്ട യൂണിവേഴ്സിറ്റി ബോർഡ് ഫോർ വുമൺ എഡ്യൂക്കേഷൻ ഇൻ കൽക്കട്ട യൂണിവേഴ്സിറ്റി തുടങ്ങി. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. അതേപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടൊരു ഇതിന്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാരണം പിന്നെ പിൽക്കാലത്ത് എന്ന് പറയാം, ഇത് കാരണം പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു 7 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. 1916 മുതൽ 1921 മുതൽ നോക്കുന്നുണ്ടാവും. ഏതൊക്കെയാ? 1916 മുതൽ ഇതാട്ടോ സാഡ്ലർ, സാഡ് ആയിട്ടിരിക്കുന്ന ആളാണ് സാഡ്ലർ. ഓക്കെ, കാണുമ്പോഴും ഇല്ലേ ഒരു സാഡ് മുഖം. ഓക്കെ, ഏതാ? മൈസൂർ യൂണിവേഴ്സിറ്റി 1916 തുടങ്ങിയ മൈസൂർ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി 1916 തുടങ്ങിയത്. അതേപോലെ പട്ന യൂണിവേഴ്സിറ്റി 1917 തുടങ്ങി, ഒസ്മാനിയ യൂണിവേഴ്സിറ്റി 1918, ലക്നൗ യൂണിവേഴ്സിറ്റി ഏതിൽ തുടങ്ങി 1920, അലിഗഡ് യൂണിവേഴ്സിറ്റി 1920, ഢാക്ക യൂണിവേഴ്സിറ്റി 1921. ഈ 1916 ഒരു യൂണിവേഴ്സിറ്റി കൂടി തുടങ്ങിയിട്ടുണ്ട്, SNDT വുമൺ. കേട്ടോ, SNDT വുമൺ യൂണിവേഴ്സിറ്റി കൂടി 1916 തുടങ്ങിയിട്ടുള്ളത്. അപ്പോ ഈ അലിഗഡ് യൂണിവേഴ്സിറ്റിയില് നമ്മളുടെ അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ പഴയ പേര് ആർക്കെങ്കിലും അറിയുമോ? അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ പേര് പിന്നെ മാറിയിട്ടാണ് അലിഗഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. ആദ്യത്തെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MAO, മുഹമ്മദീൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ഓക്കെ, മുഹമ്മദീൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്, മുഹമ്മദീൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ഇതായിരുന്നു എന്ത് ആദ്യത്തെ അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ പേര്. വെറുതെ ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഈ വർഷങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. മുന്നത്തെ ഇതിലൊക്കെ മാച്ച് ദ ഫോളോയിങ് അല്ലച്ച ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിച്ചിട്ടുണ്ട്. ഈ വർഷങ്ങളും ഇതിന് പുറമെ വേറെ കുറച്ച് യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയ വർഷങ്ങളൊക്കെ ഉണ്ട്, അത് പിന്നെ പറയാം. എന്തായാലും ഈ വർഷങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് വെക്കുക. 7 യൂണിവേഴ്സിറ്റികൾ 1916 മുതൽ 1921 വരെ ഉള്ള കാലയളവിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ആലോചിച്ച് വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത്, ഹാർത്തോഗ് കമ്മിറ്റി. ഹാർത്തോഗ് കമ്മിറ്റിയാണ് എന്ത് 1928 വന്നത്. ഓക്കെ, 1928 ആലോചിക്കണം. 1928 ഫിലിപ്പ് ഹാർത്തോഗ് ആയിരുന്നു എന്ത് അന്നത്തെ ഇതിന്റെ ചെയർമാൻ, ഫിലിപ്പ് ഹാർത്തോഗ്. ആ സമയത്താണ് എന്ത് സൈമൺ കമ്മീഷൻ വരുന്നത്. ഈ സൈമൺ കമ്മീഷന്റെ ഭാഗമായിട്ടാണ് ഏത് വരുന്നത്, ഹാർത്തോഗ് കമ്മിറ്റി ഒക്കെ വരുന്നത്. ഈ സൈമൺ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, നമുക്ക് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ സമയത്ത് സ്വന്തം ഒരു ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അല്ലച്ചാ ഒരു ഇന്ത്യൻ സ്റ്റാച്യൂച്ചറി കമ്മീഷൻ എന്നൊക്കെ പറയാം, ഒരു നിയമനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് ഏറെ വരികയാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന്. ബ്രിട്ടീഷിൽ നിന്ന് 7 പേര് വരികയാണ്. ആ 7 പേര് എന്താണ്, ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, അവരാണ് എന്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ 7 പേരും ബ്രിട്ടീഷുകാരാണെന്ന് കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു, നമ്മളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതേപോലെ മുസ്ലിം ലീഗും ഒക്കെ എന്ത് ചെയ്തു, ഇതിനെ ഒപ്പോസ് ചെയ്തു. ഒപ്പോസ് ചെയ്ത സമയത്താണ് എന്ത് നമ്മളുടെ മറ്റേ ലാഹോറിൽ വെച്ചിട്ട് ഈ ഒപ്പോസ് ചെയ്തിട്ടുള്ള സൈമൺ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സൈമൺ ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യമൊക്കെ, സൈമൺ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം പറഞ്ഞിട്ടാണ് ഇതിനെ ഒപ്പോസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ സൈമൺ ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യമൊക്കെ പറഞ്ഞ് ഒപ്പോസ് ചെയ്ത ആ പ്രൊട്ടസ്റ്റില് ലാഹോറിൽ വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാവുകയും നമ്മളുടെ ലാലാ ലജ്പത് റായ് ഓക്കെ അവിടെ വെച്ചിട്ട് മർദ്ദനമേൽക്കുകയും പിന്നെ ഒരു 17 ദിവസം, 17 തോന്നുന്നുണ്ട്, 17 ദിവസത്തിന് ശേഷം രക്തസാക്ഷിയാവുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങളാണ്, പണ്ട് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ സൈമൺ ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് എന്ത് സൈമൺ ഗോ ബാക്ക്. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈമൺ കമ്മീഷനെ നമ്മളുടെ ആര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയോ? നമ്മളുടെ BR അംബേദ്കർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മളുടെ തമിഴ്നാട്ടിലുള്ള പെരിയാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അംബേദ്കർക്ക് വിശ്വസിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യക്കാരായിട്ട് സ്വന്തമായിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടായാലും സ്വന്തമായിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കുകയാണെങ്കിൽ
ഇന്ത്യക്കാർ മാത്രമായിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കുകയാണെങ്കിൽ ഈ താഴെത്തട്ടിലുള്ള കാസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, നമ്മളുടെ ഈ ദരിദ്രരായിട്ടുള്ള കാസ്റ്റുകളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ പറയാൻ പാടില്ല, അവർക്ക് ഒരിക്കലും ഉന്നമനത്തിലേക്ക് എത്തില്ല. അതിനെ വളരെ ഈ നിയമങ്ങളിലൂടെ തന്നെ, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടൊരു ഉന്നമനത്തിലേക്ക് എത്തണമെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ തന്നെ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അവരങ്ങനത്തെ നിയമങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്ന ഒരു അഷുറൻസ് കൂടി ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അംബേദ്കറിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് എന്ത്, അവർക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ BR അംബേദ്കർ പോരാടിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, നമ്മളുടെ സൈമൺ കമ്മീഷനെ അംബേദ്കർ സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, പറഞ്ഞു നോക്കൂ. ഇതൊന്നും പഠിച്ചു വെക്കേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചല്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ എന്താണ് ഈ ഹർത്തോ കമ്മിറ്റി എന്താ ചെയ്തത്, റിവ്യൂ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് സ്കൂൾ കരിക്കുലം, നമ്മുടെ സ്കൂൾ കരിക്കുലത്തിലുള്ള കുറച്ച് റിവ്യൂസ്, അതേപോലെ മോഡേണൈസേഷൻ ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, മോഡേണൈസേഷൻ ചെയ്യാൻ തുടങ്ങുന്നത് ഇതിലാണ്, ഹർത്തോ കമ്മിറ്റിയിലാണ്. ഇതിന്റെ പ്രപ്പോസലുകൾ എന്തായിരുന്നു, യൂണിവേഴ്സലൈസേഷൻ, അതായത് എല്ലായിടത്തും ഒരേപോലെയുള്ള ഒരു എലമെന്ററി എഡ്യൂക്കേഷൻ, കേരളത്തിൽ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഡൽഹിയിലും പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ. അതേപോലെ എന്താണ്, കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ. ഓക്കെ, അതേപോലെ ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ഇൻക്രീസ് നമ്പർ ഓഫ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ. ഇതൊക്കെ എന്താണ്, നമ്മളുടെ ഹർത്തോ കമ്മിറ്റിയുടെ പ്രപ്പോസലുകളാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ലാലാ ലജ്പത് റായ്, സൈമൺ ഗോബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള, നമ്മളിതൊക്കെ പണ്ട് നമ്മളുടെ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു ഈ ഒരു പുസ്തകം, ഈ ചിത്രം. അതുപോലെ നമുക്ക് ഇത് ഇവിടെ സൂക്ഷിച്ചു പോയി കഴിഞ്ഞാൽ ആരെ കാണാം, നമ്മളുടെ BR അംബേദ്കറിനെ, സൈമൺ കമ്മീഷൻ, ഇതാണ് സൈമൺ കമ്മീഷന്റെ ഫോട്ടോ. സൈമൺ കമ്മീഷന്റെ ഒപ്പം നിൽക്കുന്ന BR അംബേദ്കറിനെ കൂടി നമുക്ക് കാണാം. ഫോട്ടോ കണ്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിട്ട് എടുത്തതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത്, അബോട്ട് വുഡ് റിപ്പോർട്ട്. 1937 വരുന്ന അബോട്ട് വുഡ് റിപ്പോർട്ട്, 1937. അപ്പൊ എന്താണ്, ഈ സമയത്തൊക്കെയാണ് എന്ത് വരുന്നത്, നമ്മളുടെ 2ാം ലോക മഹായുദ്ധ കൊടുമ്പിരി കൊള്ളാൻ തുടങ്ങുന്ന. അപ്പോ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1939 ആയിട്ടാണ്, 1939 ശരിക്കും വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത്. പക്ഷെ 1937 നമുക്ക് എന്തുണ്ടായിട്ടുള്ളത്, നമ്മളുടെ ചൈനയെ ജപ്പാൻ കയറിയിട്ട് ആക്രമിക്കാനൊക്കെ തുടങ്ങിയ സമയമൊക്കെ ഏതാണ്, ഈ 1937. അപ്പൊ അതൊക്കെ വെച്ചിട്ട് പറയാം. ഡ്യൂറിങ് വേൾഡ് വാർ 2 സമയത്താണ് എന്ത് വരുന്നത്, നമ്മളുടെ അബോട്ട് വുഡ് റിപ്പോർട്ട് വരുന്നത്. അബോട്ട് വുഡ് റിപ്പോർട്ടിൽ എന്താ, കുറച്ചും കൂടി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് റെക്കമെൻഡ് ചെയ്തു, അബോട്ട് വുഡ് റെക്കമെൻഡ് ചെയ്തു. ഓക്കെ, 3-year ട്രെയിനിങ് പീരീഡ് ടു എനേബിൾ സ്റ്റുഡൻസ് പെർസ്യൂ ബോത്ത് ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ട്രെയിനിങ്. ഒരു 3 വർഷത്തെ ട്രെയിനിങ് പീരീഡ് കൂടി കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അതേപോലെ ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് തുടങ്ങിയത്, നമ്മളുടെ എല്ലാം പോളിടെക്നിക്കുകളെ ഇന്ത്യയില് സ്റ്റാർട്ട് ചെയ്തത് അബോട്ട് വുഡ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ്. അതേപോലെ എന്താ, എൻറിച്ച്മെന്റ് ഓഫ് ഇൻബോൺ ടാലന്റ് ആൻഡ് സ്കിൽസ്, എൻകറേജ് സ്കിൽഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, സ്കിൽ എഡ്യൂക്കേഷനെ തന്നെയാണ് ഇപ്പൊ ഈ നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലൊക്കെ പറയുന്നത്, സ്കിൽഡ് എഡ്യൂക്കേഷനെ എൻകറേജ് ചെയ്തു. അതേപോലെ ഇതിന്റെ ഭാഗമായിട്ട് ഏതൊക്കെ വന്നു, വിദ്യാഭവൻ ടീച്ചേഴ്സ് കോളേജ് രാജസ്ഥാനിലുള്ളത്, അതേപോലെ പൂനെയിലുള്ള തിലക് കോളേജ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നോ. പിന്നെന്താ, ട്രെയിൻഡ് വുമൺ ടീച്ചേഴ്സിനെ, ഓക്കെ, ട്രെയിൻഡ് ആയിട്ടുള്ള വുമൺ ടീച്ചേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യാനും നമുക്ക് അബോട്ട് വുഡ് റിപ്പോർട്ടിലുള്ള ഭാഗമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി വർദ്ധ സ്കീം നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളുടെ ഗാന്ധിജിയുടെ ഒരു പദ്ധതി വരുന്നുണ്ട്, വർദ്ധ സ്കീം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ഇതാണ് വർദ്ധ സ്കീം വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1931 റൗണ്ട് ടേബിൾ കോൺഫറൻസിന് വേണ്ടിയിട്ട് ഗാന്ധിജി പോവുകയും അവിടെ വെച്ചിട്ട് നമ്മളുടെ ഇന്ത്യയിലെ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥകളെ, പരിതാപകരാവസ്ഥയെ കുറിച്ചിട്ട് പറയുകയൊക്കെ ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്തു, ഒരു സക്കീർ ഹുസൈനെ വെച്ചിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ഓക്കെ, അപ്പോയിന്റഡ് സക്കീർ ഹുസൈൻ കമ്മിറ്റി, സക്കീർ ഹുസൈനെ ചെയർമാൻ ആക്കിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുക. സക്കീർ ഹുസൈൻ ആരാ, നമ്മളുടെ 3rd പ്രസിഡന്റ് ആണ് കേട്ടോ. നമ്മളുടെ 3rd പ്രസിഡന്റ് ആണ് ആര്, സക്കീർ ഹുസൈന്റെ ഭാഗമായിട്ട് കമ്മിറ്റി ഉണ്ടാക്കി. അതിനുശേഷമാണ് എന്താ വർദ്ധ സ്കീം ഉണ്ടാവുന്നത്. വർദ്ധ സ്കീമിൽ എന്താ പറയുന്നത്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ 6 to 14 വയസ്സ് വരെ. അതേപോലെ പഠിക്കുന്നതിന്റെ ഒപ്പം കുറച്ച് പ്രവൃത്തികൾ കൂടി, പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ത്രൂ ക്രാഫ്റ്റ് ആൻഡ് പ്രൊഡക്റ്റീവ് വർക്ക്. നമ്മളുടെ നോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങൾ മാത്രമല്ല, മൈൻഡും അതേപോലെ പ്രവൃത്തികളും കൂടി, വർക്കുകളും കൂടി ഇതിൽ വരുന്നുണ്ട്, നോളജിൽ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിൽ. അതേപോലെ നോ റിലീജിയസ് എഡ്യൂക്കേഷൻ, റിലീജിയസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. അതേപോലെ ഹിന്ദി കമ്പൽസറി ആയിരുന്നു ഇതില്. ഓക്കെ, ഹിന്ദി ഒരു മാൻഡറ്ററി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതേപോലെ ഇംഗ്ലീഷ് ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. മദർ ടങ്ങില് നമുക്ക്
പഠിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് എന്ത് ഗാന്ധിജിയുടെ വർദ്ധ സ്കീമിനെ കുറിച്ചുള്ള ചെറിയൊരു കാര്യം. പക്ഷെ അത് കുറച്ച് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് അതേപോലെ വേറെ കുറച്ച് കാര്യങ്ങൾ കാരണം ഇത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് സക്സസ് ആയില്ല. കുറച്ച് ക്രിറ്റിസിസം ഒക്കെ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അതായത് കൂടുതൽ ക്രാഫ്റ്റുകളിലേക്ക് അലച്ച വർക്കിലേക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു മിനി ഇൻഡസ്ട്രിയൽ പോലെ ആയിട്ട് മാറുകയാണ് എല്ലാ സ്കൂളുകളും എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന എന്ത് സർജന്റ് റിപ്പോർട്ട്. സർജന്റ് റിപ്പോർട്ട് എന്താണ്? 1944 1944 ആയപ്പോഴേക്കും എന്തായി? നമ്മളുടെ വേൾഡ് വാർ ടു അവസാനിക്കുകയാണ്. വേൾഡ് വാർ ടൂല് ഏതൊക്കെയായിരുന്നു? ആക്സിസ് പവർ ഉണ്ട്, അതേപോലെ അലൈഡ് പവർ ഉണ്ട് അല്ലെ? ആക്സിസ് പവറും അലൈഡ് പവറും. ആക്സിസ് പവറിൽ ഏതായിരുന്നു? അച്ചുതണ്ട് ശക്തികൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, ഈ ഒരു 3 പേരും ആദ്യത്തെ ആക്സിസ് പവർ. ഇവര് തോൽക്കൽ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു യുദ്ധത്തിലും ജയവും തോൽവിയില്ല, തോൽവിയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവര് ജയിച്ചു എന്ന് നമുക്കപ്പോ പറയാൻ പറ്റില്ല. രണ്ടു ഭാഗത്തും തോൽവി, ഒരു ഭാഗത്ത് വലിയ തോൽവി, മറ്റൊരു ഭാഗത്ത് ചെറിയ തോൽവി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഏതൊക്കെ ഉണ്ടായിരുന്നു? നമ്മളുടെ UK, USSR, അതേപോലെ ഫ്രാൻസ് ഉണ്ടായിരുന്നു, അതേപോലെ ചൈന, US, ഇവരായിരുന്നു. ഇവരെ ബിഗ് 4 എന്നൊക്കെ ആയിരുന്നു പറയുന്നത്. ഓക്കെ, അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തിരുത്തണം എന്നെ, എന്റെ ഓർമ്മയിൽ വെച്ച് പറഞ്ഞതാണ്. ഓക്കെ, ഇതാണ് എന്താ ആക്സിസ് പവറും അലൈഡ് പവറും. ഇതായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല. ഓക്കെ, യുദ്ധത്തിനൊക്കെ ശേഷം എന്ത് പറയാണ്? നമ്മളുടെ മൊത്തം എഡ്യൂക്കേഷൻ ഒന്നുകൂടി റീജനുവേറ്റ് ചെയ്യാൻ ചെയ്തിട്ട്, അതായത് ഒന്നുകൂടി പുനർജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി മാറ്റങ്ങൾ വരുത്തി നന്നാക്കി ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ത് നമ്മളുടെ സർജന്റ് റിപ്പോർട്ട്. അതാരായിരുന്നു? ജോൺ സർജന്റ് ആയിരുന്നു അതിലത്തെ ചെയർമാൻ. ഓക്കെ, എന്ത് ചെയ്തു ഇവര്? പബ്ലിഷ്ഡ് ബൈ സെൻട്രൽ അഡ്വൈസറി ബോർഡ്. അതേപോലെ എന്താണ് ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം തുടങ്ങി. അതേപോലെ സെൻട്രൽ ബ്യൂറോ ഓഫ് എഡ്യൂക്കേഷനും തുടങ്ങിയത് സർജന്റ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ്. ഈ സെൻട്രൽ ബ്യൂറോ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതൊന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ ഇതിന്റെ എന്തായിരുന്നു? നൈതാലിം സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമിന്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടായിരുന്നത്? നമ്മളുടെ സർജന്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നൈതാലിം സ്കീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാന്ധിജിയുടെ ഒരു സ്കീം തന്നെയായിരുന്നു. ഗാന്ധിയൻ ഒരു ആശയമായിരുന്നു നൈതാലിം. അതായത് ഒരു വർക്ക് ബേസ്ഡ് അലച്ച ഒരു പ്രൈമറി ക്ലാസ്സുകളിൽ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്ത് നൈതാലിം എന്നുള്ളതിന്റെ ഒരു ഉദ്ദേശം. നോളേജ് ആൻഡ് വർക്ക് ആർ നോട്ട് സെപ്പറേറ്റ് എന്നുള്ള രീതിയിൽ. എന്താണെന്ന് പറഞ്ഞത് ഗാന്ധിജി? നോളേജ് ആൻഡ് വർക്ക് ആർ നോട്ട് സെപ്പറേറ്റ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ നൈതാലിമിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ യൂണിവേഴ്സൽ ആയിട്ട് ഒരു കമ്പൽസറി ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന 6 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും 11 to 14 വയസ്സുള്ള കുട്ടികൾക്കും കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു എന്തുണ്ടായിരുന്നു നൈതാലിം സ്കീം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രയും കാര്യങ്ങളാണ് എന്തുള്ളത് നമ്മളുടെ സർജന്റ് റിപ്പോർട്ടിലുള്ളത്. ഇതാണ് എന്ത് നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉണ്ടായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില, എല്ലാം പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റിന് വേണ്ടിയിട്ടുള്ള സാധാരണ ചോദിച്ചിട്ടുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കമ്മീഷൻസ്. അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് പറയും? ഇൻഡിപെൻഡന്റിന് ശേഷമുള്ള എഡ്യൂക്കേഷൻ കമ്മീഷൻസിനെ കുറിച്ചിട്ട് പറയും. അപ്പോ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയെടുത്താൽ മതി. ടോട്ടൽ കാര്യങ്ങൾ വലിച്ചു വാരി എഴുതിയിട്ട് നോട്ട് കൂടുതൽ ബുദ്ധിമുട്ടാക്കരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയിരിക്കുക. താങ്ക് യു.